ഞാനൊരു പടം നോക്കുകയായിരുന്നു. ചെറുപ്പക്കാരൻ അഭിരാജ് എന്നാണ് പേര്. പോളിടെക്നിക് കോളേജിൽ പഠിക്കുന്നു. SFIക്കാരനാണ്. SFIയുടെ ഭാരവാഹി എന്ന് മാത്രമല്ല, പോളിടെക്നിക് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. SFI ആണ് അവിടെ ജയിച്ച് യൂണിയൻ ഭരിക്കുന്നത്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അഭിരാജ്. അഭിരാജിൻ്റെ മുറിയിൽ നിന്ന് 2 കിലോ കഞ്ചാവാണ് പിടിച്ചത്. അപ്പോൾ നമ്മൾ പറയില്ലേ, കണ്ടാലേ ഒരു കഞ്ചൻ ലുക്ക് എന്നൊക്കെ പറയുന്ന തരത്തിൽ ബോഡി ഷെയ്മിങ് അല്ല. പക്ഷേ നമ്മൾ മയക്കുമരുന്ന് കേസുകളിലൊക്കെ പിടിക്കുന്ന ആളുകളുടെ ഒരു രൂപം നമുക്കറിയാം. അങ്ങനത്തെ രൂപമാണോ അഭിരാജനെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുന്നില്ല. ചിത്രം പ്രേക്ഷകരെ കാണിക്കാം, പ്രേക്ഷകർ പറയട്ടെ. പക്ഷേ സമൂഹത്തിന് മാതൃകയാണ് SFI എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. ഇന്നും അവർ പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഉപ്പാണ്, തേങ്ങയാണെന്നൊക്കെ പറയാറുണ്ട്. ഈ നാടിൻ്റെ ഉപ്പ്. ആ ഉപ്പ് ഇപ്പോൾ കഞ്ചാവ് അടിച്ച്, ബ്രൗൺ ഷുഗർ അടിച്ച്, ഹാഷിഷ് അടിച്ച് മയങ്ങി നടക്കുകയാണ്. യൂണിയൻ നേതാവ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന്, അവൻ്റെ മുറിയിൽ നിന്ന് കിട്ടുന്ന 2 കിലോ കഞ്ചാവ് ഇവൻ ഒറ്റയ്ക്ക് പുഴുങ്ങി തിന്നാനല്ലല്ലോ. അപ്പോൾ കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനും, അത് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കാനും, അവരെയൊക്കെ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഒക്കെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇന്ന് 2 ഈ പത്രസമ്മേളനങ്ങൾ കണ്ടു. ഒന്ന് SFIയുടെ ഏരിയ സെക്രട്ടറിയുടെ പത്രസമ്മേളനം. ആ സാർ എന്താ പറഞ്ഞത്? അപ്പോൾ ആ സാറിന്റെ പുറകിൽ ഈ അഭിരാജ് നിൽക്കുന്നുണ്ടായിരുന്നു. അഭിരാജ് പിന്നെ അരങ്ങത്തേക്ക് വന്നു. അല്ല, അവനെ പോലീസ് കൊണ്ടുപോയില്ലേ? ഇപ്പോൾ അല്ല, അഭിരാജ് പുറകിൽ ഉണ്ടായിരുന്നല്ലോ, പോലീസ് കൊണ്ടുപോയിട്ടില്ല അഭിരാജിനെ. 2 പേരെ വേറെ KSUക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. SFIക്കാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് നമുക്ക് പോലീസ് പറഞ്ഞ വേർഷൻ കഴിഞ്ഞിട്ട് പോരെ ഈ SFIക്കാർ പറയുന്നത്. അപ്പോൾ DCP ബേബി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെരിയാർ മെൻസ് ഹോസ്റ്റൽ, ആ ഹോസ്റ്റലിലെ 2 മുറികളിൽ നിന്നാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് 1.909 കിലോഗ്രാം 2 കിലോ ആണ് പിടിച്ചത്. വേറൊരു സ്ഥലത്ത് മുറിയിൽ നിന്ന് 9.7 ഗ്രാംസ് 10 ഗ്രാം എന്ന് പറയാം, ചെറുതാണ്. മറ്റേതിനകത്ത് പിടിക്കകത്ത് വെച്ച് വലിക്കാനുള്ള സാധനമാണ്, മറ്റത് വിൽക്കാനുള്ളതാണ്. അതെ, 3 വിദ്യാർത്ഥികളെ ആണ് മറ്റേ പ്രതി ചേർത്തിരിക്കുന്നത്. മറ്റേ 2 FIR. അപ്പോൾ M ആകാശ് 21 വയസ്സ്, അയാൾ ബില്ലുമല കുളത്തൂപ്പുഴക്കാരനാണ്. ആദിത്യൻ 20 വയസ്സ് ഹരിപ്പാടുകാരനാണ്. മൂന്നാമത്തവൻ, അത് 2ഉം KSU ആണ്. അവരൊക്കെ അറസ്റ്റ് ചെയ്തു. അവരെയൊക്കെ അറസ്റ്റ് ചെയ്തല്ലോ. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുവോ അങ്ങനെ എന്തോ ചെയ്തു. സ്റ്റേഷൻ ജാമ്യത്തിൽ മിനിമം ക്വാണ്ടിറ്റി 1 കിലോഗ്രാമിൽ താഴെയാണെങ്കിൽ കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടുമെന്ന് മറ്റൊരു വ്യവസ്ഥയാണ്. അങ്ങനെയുണ്ട്. 1 കിലോ കൂടുതലാണെങ്കിൽ ജാമ്യം കിട്ടാതിരിക്കത്തുള്ളൂ. ഇതിലിപ്പോ 2 കിലോ ഉണ്ടല്ലോ ഒരു സീസൺ. അത് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. SFI ആണ്. SFIക്കാരൻ്റെ 100 കിലോ ആണെങ്കിലും പിടിക്കൂല. അപ്പൊ അഭിരാജ്, ഈ കേന്ദ്ര നേതാവ്, നാളത്തെ മന്ത്രി, 21 വയസ്സ്, അയാൾ കരുനാഗപ്പള്ളി തൊടിയൂരിൽ നിന്നുള്ള ആളാണ് ഈ അഭിരാജ്. അപ്പോൾ നാർക്കോട്ടിക് ആക്ട് അനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 പേര് ഒളിവിലാണ്. 2 പേരെ പിടിക്കാനുണ്ട്. പോലീസ് പറയുന്നത് കംപ്ലീറ്റ് ഈ സെർച്ച് ഓപ്പറേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കള്ളമൊന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കാര്യമില്ല. എന്താണ് സംഭവിച്ചതെന്ന് അതിൽ കാണാം. ഒരാളെയും ഹറാസ് ചെയ്തിട്ടില്ല, ഒരു വിദ്യാർത്ഥിയും. അത് ഈ അഭിരാജ് സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാമല്ലോ. പിന്നെ ഇവര് ആരെങ്കിലും കഞ്ചാവ് കഴിച്ചിരുന്നോ എന്നുള്ള കാര്യം, വലിച്ചിരുന്നോ എന്നൊക്കെയുള്ള കാര്യം മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോഴേ പറയാൻ പറ്റും. അതിന് കൊണ്ടുപോയോ? അത് പോലീസ് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോയോ എന്ന് എനിക്കറിഞ്ഞൂടാ. മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മെഡിക്കൽ റിപ്പോർട്ടിലൊക്കെ എന്തും ചെയ്യാമല്ലോ. അപ്പോൾ ACP PV ബേബി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോളി ആഘോഷം ഇന്ന് അതിനു വേണ്ടി പിരിവെടുത്തിട്ട് വാങ്ങിയ കഞ്ചാവാണ്. പിള്ളേരെല്ലാവരും കൂടി കൈകാര്യം ചെയ്യാനുള്ള കഞ്ചാവാണത്. ഇവരാരും തന്നെ ഇരകളല്ല, വിക്ടിംസ് അല്ല. ഈ വിദ്യാർത്ഥികൾ ഇവർ കുറ്റവാളികൾ തന്നെ. ആരെങ്കിലും കൊണ്ടുവന്നോ ഒന്നുമല്ല, ഇവർ തന്നെ പുറത്ത് നിന്ന് കച്ചവടക്കാരുമായിട്ട് ഇവർക്ക് നെക്സസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി കിട്ടില്ല. പിന്നെ ഇവിടുത്തെ നാർക്കോട്ടിക്സ് ടീം പോലീസിൻ്റെ, പിന്നെ ഡാൻസ് ഓഫ് ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ്, ഡാൻസ് ഓഫ്, ഇവരാണ് ഇത് ചെയ്തത്. വിവരം കിട്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇനി SFIയുടെ ഏരിയ സെക്രട്ടറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ
മയക്കുമരുന്നിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ SFI പിള്ളേരിലും SFI മയക്കുമരുന്നിനെതിരെ അവര് SFI ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന കൂടിയാണല്ലോ. ആണല്ലോ. അപ്പോൾ കണ്ണൂരുകാരനാന്ന് തോന്നുന്നു. കാരണം ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഈ വേണ്ടി എന്നുള്ള വാക്ക് വരും ഇവർ സംസാരിക്കുമ്പോൾ. അത് ഒരുപാട് വന്നിരുന്നു. അപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അവിടെ SFIയിൽ പെട്ട ഒരാളും മറ്റേ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഇത് ഗോവിന്ദൻ പറയുന്ന വാചകം പോലെ തന്നെ ഉണ്ട് അല്ലേ? മദ്യപിക്കില്ല, മറ്റേത് ചെയ്യില്ല. മാത്രമല്ല ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തും. വലിക്കരുത്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നൊക്കെ പറയും. പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും വിദ്യാലയങ്ങളിലും ഇവിടെയും ഒക്കെ ഇത് ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടാവാം. അതിനൊന്നും നമ്മൾ SFI അങ്ങനെ നടക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ ഈ അഭിരാജ് എന്ന് പറഞ്ഞ പയ്യൻ നിരപരാധിയാണ്. അയാൾ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല. അപ്പൊ അയാളുടെ മുറിയിൽ വെച്ചത് വലിക്കാനല്ല വിൽക്കാനായിരിക്കും. അപ്പോൾ ഇയാളെ ഇന്ന് ആഘോഷമുള്ളത് കൊണ്ട് ഇയാൾ മുറിയിലുണ്ടായിരുന്നില്ല, ഇയാൾ ക്യാമ്പസിലാണ് ഉണ്ടായിരുന്നത്. കാരണം ഇയാളെ SFI ഏൽപ്പിച്ചിരുന്നു, തോരണങ്ങളൊക്കെ കെട്ടാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇയാൾ മുറിയിലുണ്ടായിരുന്നില്ല. അപ്പം മുറിയിൽ ആരെങ്കിലും കൊണ്ട് പ്ലാൻ ചെയ്തായിരിക്കുന്നുള്ള ഒരു ധ്വനി ആണ്. അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞതുമില്ല. അത് മിക്കവാറും അങ്ങനെ DCP ബേബി ആയിരിക്കും, പുള്ളിയല്ലേ പത്രസമ്മേളനം കൊണ്ട് വെച്ചതായിരിക്കും. അതെ. അപ്പോൾ അങ്ങനെ കൊണ്ടുവച്ച് ഇത് മുഴുവൻ KSUക്കാർ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. KSUക്കാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകാം, അവരുടെ മുറിയിൽ നിന്നൊക്കെ ആയിരിക്കാം. അപ്പോൾ അഭിജിത്ത് പുറകിൽ നിന്നും മുമ്പോട്ട് വന്നു. അഭിജിത്ത് പറഞ്ഞു അഭിജിത്തിനെ ഈ തോരണങ്ങൾ കെട്ടാനായിട്ട് പാർട്ടി ഏൽപ്പിച്ചിരുന്നു, അതുകൊണ്ട് ക്യാമ്പസിൽ തോരണം കിട്ടുകയായിരുന്നു, മുറിയിൽ ഉണ്ടായിരുന്നില്ല. താഴത്തെ മുറികളിൽ നിന്നാണ് ഇത് പിടിച്ചിരിക്കുന്നത്. മുകളിലാണ് അഭിജിത്തിൻ്റെ മുറി. എന്നിട്ട് അഭിജിത്ത് പറയാണ് അഭിജിത്തിൻ്റെ കീശയിൽ നിന്ന് ഇത് കിട്ടിയിട്ടില്ല, പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല, അഭിജിത്തിൻ്റെ മുറിയിലെ കബോർഡിലുണ്ടല്ലോ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നിയമത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവുമോ, മുറിയിൽ നിന്ന് കിട്ടിയാലേ പ്രതിയാവുള്ളൂ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ അയാളുടെ ശരീരഭാഗങ്ങളിൽ നിന്നൊന്നും അല്ല ഇത് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അയാളുടെ മുറിയിൽ നിന്നല്ല എന്നും അയാൾ പറഞ്ഞില്ല. അപ്പൊ ആരെങ്കിലും മുറി മാത്രം പറഞ്ഞില്ല, അത് പറഞ്ഞില്ല. മേശയ്ക്കത്തില്ല, കീശയിലില്ല. പണ്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഈ ശത്രുതയുള്ള ആളുകളുടെ വണ്ടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്കിൻ്റെ ഫ്രണ്ടിലിട്ട ഈ ടാങ്കിൻ്റെ മുകളിൽ ഒരു കവർ വെക്കുമല്ലോ, ഒരു ബാഗ് പോലെ പേഴ്സ് പോലെ സാധനം, അതിനകത്ത് കൊണ്ട് കഞ്ചാവ് വെച്ച് പിടിപ്പിക്കും. അങ്ങനെ ഒത്തിരി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ തിരുവനന്തപുരത്ത് തന്നെ ആ ബിഗ് ബോസിൽ അഭിനയിച്ച ശോഭ എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് ഈ ഹെറിറ്റേജ് പോലത്തെ ഈ വസ്ത്രമൊക്കെ വിൽക്കുന്ന എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തും ആരോ കഞ്ചാവ് ഈ ചെടിച്ചട്ടിയിലോ മറ്റോ അവിടെ നിന്ന് ആരെയോ പിരിച്ചു വിട്ടിരുന്നു. അപ്പൊ ആ പിരിച്ചുവിട്ട സ്ത്രീയോ മറ്റോ കൊണ്ടുപോയി കഞ്ചാവ് വെച്ചിട്ട് ഇവരെ കുറെ കാലം പോലീസ്. അല്ല, അതൊക്കെ പോലീസിനും എക്സൈസിനും ഒക്കെ അറിയാം. ഈയിടെ അടുത്ത കാലത്ത് ഒരു മറ്റേ വ്യാജ കേസിൽ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതിൻ്റെ പേരിൽ വലിയ പ്രശ്നമായിരിക്കും കോടതിയൊക്കെ ഇടപെട്ടത്. അതുകൊണ്ട് ഇപ്പം ഒരു വണ്ടി അവിടെ പബ്ലിക് പ്ലേസിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കിൻ്റെയോ സ്കൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിലോ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കിലോ സ്കൂട്ടറിൽ നിന്നോ ഇത് കിട്ടിയാൽ അന്വേഷിച്ചിട്ട് പോലീസും എക്സൈസും ഒക്കെ ചെയ്യുള്ളൂ. ഇത് വീഡിയോ പറഞ്ഞു അങ്ങനെയല്ലല്ലോ, ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന അഭിരാജിന്റെ മുറിയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവര് പറയുന്നതിൻ്റെ അകത്ത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിരുന്നില്ല. ആളുകളൊക്കെ മറ്റേ മാധ്യമപ്രവർത്തകരൊക്കെ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട് എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് അറിയില്ല. 2 കിലോയോളം എന്ന് പറയുമ്പോൾ അത് എത്ര പേർക്ക് ആ കോളേജിലുള്ള മുഴുവൻ പേരും വലിച്ചാൽ തീരത്തില്ലല്ലോ. അത് മുമ്പും കച്ചവടം, അതായത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊരു കച്ചവട കേന്ദ്രവും കൂടിയാണ്. ഹോളി ആഘോഷിക്കാനൊന്നുമല്ല. സഖാക്കൾ സാറന്മാർക്ക് ചില്ലറ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. സഖാക്കൾക്ക് തന്നെ, കോളേജിലെ വിദ്യാർത്ഥികൾക്ക് തന്നെ വിറ്റ് കാശ് മേടിക്കും. ഇനി നമ്മൾ ഈ SFI ഏരിയ സെക്രട്ടറിയും അഭിരാജും പറഞ്ഞത് മുഖവിലേക്ക് എടുത്താലുള്ള പ്രശ്നം എന്താ അറിയാമോ? പോലീസ് ഇത് പ്ലാൻ ചെയ്തതാണെന്നാണല്ലോ ഈ പറയുന്നത്, SFIക്കാരുടെ മുറി കൊണ്ടുവന്ന. അങ്ങനെയാണെങ്കിൽ അത്
മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ SFIയുടെ ഒരു ആരോപണമായിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഇവിടുത്തെ ACP ബേബിയെ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹമോ ശശിയോ ആ അഭിരാജിന്റെ മുറി കൊണ്ടുപോയിട്ട് 2 കിലോ കഞ്ചാവ് വെക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ സ്റ്റോക്ക് ഇരിക്കുകയല്ലേ കഞ്ചാവ് കൊടുക്കാനായിട്ട്, ഇത്രയും കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ആരോപണം അങ്ങനെ വന്നു പ്ലാൻ ചെയ്തു എന്ന് ഈ SFI നേതാക്കൾ പറഞ്ഞതാണെങ്കിൽ പോലീസ് പ്ലാൻ പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതല്ല. കഞ്ചാവ് കേസിൽ 3 പേരെ പിടിച്ചു, 2 പേര് KSUകാരെ, അവന്മാരെ അറസ്റ്റ് ചെയ്തു. SFI നേതാവ് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് നടക്കുന്നു. ഇതെന്ത് വെള്ളരിക്കാൻ അയാൾ പയറ് പോലെ നടക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അയാൾ തോറ്റുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്, അവസാന വർഷവും മറ്റുമാണ്. അപ്പോൾ ഈയിടെ എങ്ങാണ്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നിട്ട് സപ്ലി എഴുതിയിട്ട് ജയിച്ചൊക്കെ വരികയാണ്. ഇനി എനിക്കൊരു ജോലി കിട്ടണം എന്ന ആഗ്രഹമുണ്ട്, അപ്പോഴാണ് ഈ കേസ് വന്നിരിക്കുന്നതെന്ന് അഭിരാജ് വിലപിക്കുകയും ചെയ്തു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അഭിരാജിന്റെ വിലാപത്തിൽ സത്യമുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷേ അഭിരാജ് SFIക്കാരനായി ആണ് എന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് വിശ്വസിക്കാനും തോന്നില്ല. വലിയ പ്രയാസമായിരുന്നു വിശ്വസിക്കാൻ. എനിക്ക് തോന്നിയത് ഈ ഏരിയ സെക്രട്ടറി SFIയുടെ പത്രസമ്മേളനം നടത്തിയത് ആർഷോ വിളിച്ചു പറഞ്ഞിട്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ആ സാർ ഇപ്പോൾ SFI ഇത് മാറി, വേറൊരാൾ വന്നു. പുള്ളി ഇപ്പോൾ DYFIയോ അല്ലെങ്കിൽ CPM ഒക്കെ ആയിട്ട് വരും. ഭാവി MLA, ഭാവി മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസം തന്നെ ഏൽപ്പിക്കണ്ടേ? എഴുതാത്ത പരീക്ഷ പാസ്സാവുന്ന ആൾക്ക് വിദ്യാഭ്യാസം അല്ലാതെ എന്താ ഏൽപ്പിക്കാൻ പറ്റുക? ഉന്നത വിദ്യാഭ്യാസം. ബിന്ദുവിൻ്റെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.